നമുക്ക് നല്ലൊരു കാരമൽ ബനാന പുഡിംഗ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല തൊലി കറുത്ത ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ആ ഏത്തപ്പഴം എടുക്കുക. പിന്നീട് നടുവേ മുറിച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ കറുത്ത ഭാഗങ്ങളെല്ലാം കളയുക കേട്ടോ. ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏത്തപ്പഴം കൂടി എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നീട് ഒരു പാനിൻ്റെ അകത്തേക്ക് നെയ്യ് ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട, എന്നാൽ അതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് ആ സമയം നമുക്ക് ബ്രെഡ് 2 പീസ് ബ്രെഡ് മതി. ആ ബ്രെഡിൻ്റെ 4 വശം കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാനിലേക്ക് നമുക്ക് കാരമൽസ് ചെയ്യണം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ പെട്ടെന്ന് കാരമൽസ് ചെയ്തതിന് ശേഷം പുഡിംഗ് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് ചുറ്റിച്ച് വെക്കാം. അതൊന്ന് മാറ്റി വെക്കണം. പിന്നീട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിടണം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. പിന്നീട് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. അത് അലിഞ്ഞു വരണം നന്നായിട്ട്. പിന്നീട് ബ്രെഡ് അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ സമയം നമുക്ക് അപ്പച്ചമ്പ് ഒന്ന് ആവി കയറ്റാൻ വെക്കണം. അതിൻ്റെ പിന്നീട് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് തണുത്ത പാലും മതി. തണുത്ത പാലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാരയും ഇതുമെല്ലാം ഒന്ന് മെൽറ്റ് ആവണം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് കാരമൽസ് ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ഏത്തപ്പഴം കൂടി അങ്ങ് ഇട്ട് വെക്കുക. അതൊന്ന് നേരത്തെ നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ അപ്പച്ചെമ്പിലേക്ക് നമുക്ക് ഇറക്കി വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫോയിൽ പേപ്പർ ആണെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് വെക്കാം. ഞാനിപ്പോൾ മിക്കവാറും തുണി കൊണ്ടാണ്. ആ തുണിയാണെങ്കിൽ ആവിയൊന്നും താഴേക്ക് വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പീക്ക് വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ടൂത്ത് പീക്കിൽ ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റെഡിയായി. ഇത് താഴെ എടുത്ത് വെച്ച് തണുക്കാനായിട്ട് വെക്കുക. ഞാനൊരു ഫുൾ ഡേ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടിയിടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ടേസ്റ്റാണ്. ആ ഏത്തപ്പഴമൊക്കെ ഒന്ന് നെയ്ക്കകത്ത് വറുത്ത ഏത്തപ്പഴമൊക്കെ ഇല്ല, അതൊന്ന് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്, പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.